നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. പ്രധാന തലക്കെട്ടുകൾ. പോലീസ് അതിക്രമങ്ങൾ സഭയിൽ 2 മണിക്കൂർ ചർച്ച. ആഭ്യന്തര വകുപ്പിനെതിരെ പ്രതിപക്ഷം. എല്ലാറ്റിനും കാരണം മുഖ്യമന്ത്രിയുടെ മൗനമെന്നും കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഗൂഢാലോചനയെന്നും വിമർശനം. സുജിത്തിനെതിരെ 11 കേസുകളുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ രേഖാമൂലം മറുപടി. സർക്കാരിന് വീണ്ടും തിരിച്ചടി. പൊതുഭരണ വകുപ്പിലേക്കുള്ള ബി അശോക് IASന്റെ സ്ഥലം മാറ്റം റദ്ദാക്കി. നടപടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേത്. സർക്കാർ ആശുപത്രികളിൽ രോഗികൾ സ്വന്തം ചെലവിൽ ഉപകരണം വാങ്ങേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വീണ ജോർജ്. ഇത് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമല്ലെന്നും മന്ത്രി. ആരോഗ്യമേഖലയ്ക്ക് കപ്പിത്താനില്ലെന്ന് പ്രതിപക്ഷം. ആശുപത്രികളിൽ പഞ്ഞി പോലുമില്ലെന്ന് VD സതീശൻ. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 80 രൂപ കൂടി. പവൻ ഇന്ന് വർദ്ധിച്ചത് 480 രൂപ. ഒരു പവന് 82,080 രൂപ. നികുതി വിവാദങ്ങൾക്കിടെ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച ഇന്നു മുതൽ. അമേരിക്കൻ സംഘം ഡൽഹിയിൽ. റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ നിലപാടിൽ ഉറച്ച ഇന്ത്യ. ഇന്ത്യ പാക് ഹസ്തദാന വിവാദത്തിൽ മാച്ച് റഫറിയെ മാറ്റണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം ICC തള്ളി. മത്സരം ബഹിഷ്കരിക്കുമെന്ന ഭീഷണിയുമായി പാകിസ്ഥാൻ. ഫൈനൽ വിജയിച്ചാൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായ മോഹ്സിൻ നഖ്വിയിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങില്ലെന്ന് ഇന്ത്യ. സംസ്ഥാനത്തെ പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനുമേലുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. നിയമസഭയിൽ പിണറായി വിജയന്റെ പഴയ പ്രസംഗം ഓർമ്മിപ്പിച്ച് റോജി M. ജോൺ MLA ആണ് പ്രമേയാവതരണത്തിന് തുടക്കം കുറിച്ചത്. അന്ന് പോലീസ് മർദ്ദനത്തെക്കുറിച്ച് പറഞ്ഞ ആളുടെ പോലീസാണിപ്പോൾ കുന്നംകുളത്ത് സുജിത്തിനെ മർദ്ദിച്ചതെന്ന് റോജി പറഞ്ഞു. രാജാവിന്റെ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത പടയാളികളാണ് ഈ പോലീസുകാർ, യൂണിഫോം ഇട്ട ആളുകളെന്ന് ഈ പാവപ്പെട്ട സുജിത്ത് കരുതിയില്ല സാർ. ആ സുജിത്ത് പറഞ്ഞു, ദേഹത്ത് തൊട്ട് കളിക്കേണ്ട, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞു. ഉടനെ ഈ പോലീസുകാരൻ സുജിത്തിനെ ബലമായി വണ്ടിയിൽ പിടിച്ചു കയറ്റി വണ്ടിയിലിട്ട് മർദ്ദിക്കുകയാണ്. സ്റ്റേഷനിലേക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് സ്റ്റേഷൻ വരെ മർദ്ദിച്ചതിന് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനകത്ത് ചെന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കാണുകയായി. സർ, സുജിത്തിന്റെ വാക്കുകളിൽ ആദ്യത്തെ അടിയിൽ തന്നെ ബോധം പോകുന്നത് പോലെയായി. ചെവിയിലായിരുന്നു ആദ്യത്തെ അടി. ആ അടിയിലാണ് കർണപടം പൊട്ടിയത്. സർ, അതിനുശേഷം എന്താ നടന്നത്? CCTV ദൃശ്യങ്ങൾക്ക് മുമ്പിൽ നടന്നിട്ടുള്ള ആ മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. സർ, അതിനുശേഷം CCTV പതിയാത്ത ഭാഗത്തേക്ക് സുജിത്തിനെ കൊണ്ടുപോയി. അവിടെ വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് സുജിത്ത് വീണ്ടും വിധേയമായി. 5 പേര് കൂട്ടമായി മർദ്ദിക്കുകയാണ്. നിലത്ത് ഭിത്തിയിൽ ചാരിയിരിക്കാൻ ആവശ്യപ്പെട്ടു. കാല് നീട്ടിവെപ്പിച്ച് കാലിന്റെ അടിയിൽ 15 തവണ അടിച്ച ശേഷം എഴുന്നേറ്റ് നിന്ന് ചാടാൻ പറഞ്ഞു. സർ, എഴുന്നേറ്റ് നിന്ന് ചാടാൻ പറഞ്ഞു. 3 തവണ ഇത് ആവർത്തിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. സർ, അങ്ങനെ 45-ലധികം തവണയാണ് ഈ സുജിത്തിനെ ആ പോലീസ് സ്റ്റേഷനിൽ അകത്തിരുത്തി ഈ 5 പോലീസുകാരും മൃഗീയമായി മർദ്ദിച്ചത്. സർ, ഇതെല്ലാം പോരാഞ്ഞിട്ട് സുജിത്തിന്റെ മേല് കള്ളക്കേസ് കെട്ടിവെച്ച് ജയിലിൽ അടയ്ക്കാനും ഈ പോലീസ് ഗൂഢാലോചന നടത്തിയ ക്രിമിനൽ സംഘമായി മാറി. സർ, ഇത് നീതിബോധമുള്ള ഒരു ന്യായാധിപൻ CRPC 202 അനുസരിച്ച് കേസെടുത്തതുകൊണ്ടും സുജിത്തും വർഗീസ് ചേട്ടനും ഉൾപ്പെടെയുള്ള ആളുകളുടെ നിരന്തരമായ നിയമ പോരാട്ടം നടത്തിയതുകൊണ്ട് ഒന്നുകൊണ്ടും മാത്രമാണ് ഈ കേസ് ഇന്ന് പുറം ലോകം അറിഞ്ഞത്, ഈ വിഷയം ഇന്ന് പുറം ലോകം അറിഞ്ഞത്. സർ, കൂടുതൽ വിശദാംശങ്ങളുമായി നിയമസഭയിൽ നിന്നും അൻഫ്ലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫ്ലിറ്റ്, 1977 മാർച്ച് 30 അന്നത്തെ MLA ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാനത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിലുള്ള അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിച്ചത്. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ചർച്ച പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി എന്ത് മറുപടി പറയുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.
വിഷയമന്ത്രി കടുത്ത രീതിയിലുള്ള വാദപ്രതിവാദം തന്നെയാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ചയും നടക്കുന്നത്. ഇപ്പോൾ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ചൂടേറിയ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. പ്രതിപക്ഷത്തു നിന്ന് സംസാരിച്ച ഓരോ അംഗങ്ങളും പ്രമേയ അവതാരകനായ റോജിയം ജോൺ മുതൽ ഷംസീർ ഉൾപ്പെടെയുള്ള കടുത്ത ഭാഷയിലാണ് പോലീസ് മർദ്ദനങ്ങളെ പോലീസിന്റെ, അതായത് ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് ഒന്നാം പിണറായി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരിക്കുന്ന പോലീസ് ലോക്കപ്പ് മർദ്ദനങ്ങൾ ഉൾപ്പെടെയുള്ള പോലീസിന്റെ ധനനായിട്ടാണ് കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ, PK പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള ഓരോ പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിട്ടുള്ള മർദ്ദനങ്ങൾ ഉൾപ്പെടെയുള്ള ക്രൂരകൃത്യങ്ങൾ വിവരിച്ചാണ് പ്രതിപക്ഷ നിലയിൽ നിന്ന് ഓരോരുത്തരും സംസാരിച്ചത്. പക്ഷേ ഭരണപക്ഷ നിലയിൽ നിന്ന് പ്രതിരോധിച്ചുകൊണ്ട് സംസാരിച്ച ഓരോ അംഗങ്ങളും UDF സർക്കാരിന്റെ കാലത്തുണ്ടായിരിക്കുന്ന പോലീസിന്റെ അതിക്രമങ്ങൾ വിവരിച്ചുകൊണ്ടാണ് ഇതിനെ നേരിട്ടത്. പ്രത്യേകിച്ച് KT ജലീൽ അടക്കമുള്ള ഭരണപക്ഷ നിലയിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കും രാജൻ കൊലക്കേസുകൾ, അതായത് കെ കരുണാകരൻ മന്ത്രിസഭയിലെ രാജൻ കൊലക്കേസ് ഉൾപ്പെടെയുള്ള ക്രൂരകൃത്യങ്ങൾ പോലീസിന്റെ രാജനെ തട്ടയം പോലീസ് സ്റ്റേഷനിൽ ഉരുട്ടിക്കൊന്നു, മൃതദേഹം പോലും സാധാരണക്കാർക്ക് കാട്ടിക്കൊടുത്തില്ല. ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന VN വാസവൻ അടിയന്തരാവസ്ഥ കാലത്ത് തട്ടയം പോലീസ് ക്യാമ്പിൽ ക്രൂരമർദ്ദനത്തിനിടയായി. അങ്ങനെ അന്ന് പോലീസ് UDF എന്താണ് ചെയ്തത്? ആലപ്പുഴ UDFന്റെ ഭരണകാലത്ത് ആലപ്പുഴയിലെ നവീന റാലിക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 2 മരണമാണ് ഉണ്ടായത്. ഈ ഉൾപ്പെടെ ഓരോ UDF സർക്കാരിന്റെ കാലത്തുണ്ടായ പോലീസിന്റെ ക്രൂരതകളും ആ സമയത്തുണ്ടായ പോലീസ് മർദ്ദനങ്ങളും ഒക്കെ എടുത്തു കാട്ടിയാണ്, അത് വിവരിച്ച് കാട്ടിയാണ് ഭരണപക്ഷത്തിൽ സംസാരിച്ച നേതാക്കളൊക്കെ തന്നെ വിവരിച്ചത്. പ്രത്യേകിച്ച് KT ജലീൽ, അതോടൊപ്പം തന്നെ CPI സംസാരിച്ച ഈ ചന്ദ്രശേഖരൻ ഓരോ UDF സർക്കാരിന്റെ കാലത്തുണ്ടായ പോലീസ് മർദ്ദനങ്ങൾ നിരത്തിക്കാട്ടി ഇപ്പോഴുണ്ടായത് ചെറിയ സംഭവങ്ങളാണ്. ആ ചെറിയ, അതായത് വളരെ ചെറിയ രീതിയിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളെ പെരുപ്പിച്ചു കാട്ടുകയാണ് പ്രതിപക്ഷം എന്ന രീതിയിലാണ് ഭരണപക്ഷ നിലയിൽ നിന്ന് അംഗങ്ങൾ സംസാരിച്ചത്. അതേസമയം പ്രതിപക്ഷ നിലയിൽ നിന്ന് ഷംസീർ ഉൾപ്പെടെയുള്ളവർ പ്രതിപക്ഷ നിലയിൽ നിന്ന് സംസാരിക്കുമ്പോഴേക്കും ഏറ്റവും വളരെ ഗൗരവമേറിയ വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ ഗൗരവപൂർവ്വം ഉയർത്തിക്കാട്ടുമ്പോൾ ഭരണപക്ഷത്തിൽ നിന്ന് ലാഘവത്തോടെ ചിത്രീകരിക്കുന്നതടക്കമാണ് പ്രതിപക്ഷ നിലയിൽ നിന്നുള്ളവർ ഉയർത്തിക്കാട്ടിയത്. എന്തായാലും ഇപ്പോൾ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായും മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ വാദപ്രതിവാദങ്ങൾ ചൂടേറിയ ചർച്ചകളിലേക്ക് കടക്കുമ്പോഴത്തേക്കും പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി വിഷയങ്ങൾ ഉയർത്തും. ഇപ്പോൾ KT ജലീൽ സംസാരിച്ചപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പരോക്ഷമായി കുത്തിയാണ് സംസാരിച്ചത്. ഗർഭസ്ഥ ശിശുവിനെ ഭ്രൂണത്തിൽ വെച്ച് തന്നെ കൊല്ലാനായി മനോബലമുള്ള ആളുകളല്ല പോലീസ് എന്ന് കോൺഗ്രസുകാർ കരുതരുത്. ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ഇപ്പോഴേ ഭരണപക്ഷ നിലയിൽ നിന്ന് വന്നു കഴിഞ്ഞു. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ അവസാന പ്രസ്താവനയ്ക്ക് മുമ്പ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി എന്താണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് ഇത് അവർ കാത്തിരിക്കുന്നത്. ഉറപ്പായും അതായത് UDF സർക്കാരിന്റെ കാലത്ത്, മുൻ സർക്കാരുകളുടെ കാലത്ത് ഉണ്ടായിരുന്ന പോലീസിന്റെ അതിക്രമം അതൊരു പക്ഷേ ഈ രാജൻ കൊലക്കേസ് ഉൾപ്പെടെ തന്നെ അക്രമത്തിൽ നിരത്തി തന്നെയാകും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതിരോധിക്കുക. അതോടൊപ്പം തന്നെയും പോലീസിലെ പുഴുക്കുത്തുകൾ ഉണ്ടായപ്പോൾ ഈ പോലീസിനെ ഏതെങ്കിലും രീതിയിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായി എന്ന് തെളിയുകയും അവരെ സസ്പെൻഡ് ചെയ്യാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു സർക്കാരാണ് പിണറായി സർക്കാർ എന്ന വാദമാണ് KT ജലീൽ ഉയർത്തിയത്. ഇതേ വാദം നിരത്തി തന്നെയാകും ഏറ്റവും ഒടുവിൽ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും അടിയന്തര പ്രമേയ ചർച്ചയിൽ നേരിടുക. അതായത് പോലീസിലെ വീഴ്ചകൾ കൃത്യമായി കണ്ടെത്തുകയും അതിന് കർശനമായ നടപടിയെടുക്കുകയും ചെയ്ത ഒരേ ഒരു സർക്കാരാണ്. ഇതിന് തെളിവായി 142 പോലീസുകാരെ ഇന്നോളം പിണറായി വിജയൻ സർക്കാർ പുറത്താക്കിയിട്ടുണ്ട്. ഇതടക്കമുള്ള കണക്കുകൾ നിരത്തിയാവും മുഖ്യമന്ത്രിയെ ബാധിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉയർത്തിക്കാട്ടിയത് വെറും ചെറിയ സംഭവങ്ങളാണ്. ആ സംഭവങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ചു കാട്ടുന്നു, പർവ്വതീകരിക്കുന്നു എന്ന വാദവും തന്നെയാകും പ്രതിപക്ഷ നിലയിൽ നോക്കി മുഖ്യമന്ത്രി നേരിടുക. നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA ആണ് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായിരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. ഞാനിപ്പോ ഇവിടെ ഒരുപാട് ഇൻസിഡന്റ് പറഞ്ഞുകൊണ്ട് എല്ലാം ആവർത്തിച്ച് പറയുന്നില്ല. ഞാൻ എന്റെ നിയോജകമണ്ഡലം മൂവാറ്റുപുഴയിൽ നടന്ന ഒരു സംഭവം മാത്രം പറയാം. സാർ, ഒരു സാധാരണ ചെറുപ്പക്കാരൻ, അധ്വാനിച്ച് ജീവിക്കുന്ന അമൽ ആന്റണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവന്റെ വീട്ടിലെ ഇൻവെർട്ടർ കേടായ ബാറ്ററി രാവിലെ ഒരു കടയിൽ കൊണ്ടുപോയി വിറ്റിട്ട് അവൻ പണിക്ക് പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ അവന്റെ അമ്മയുടെ കൂടെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വന്ന് ഇരച്ചു കയറി അവനെ പിടിച്ചുകൊണ്ടു. എന്തിനാണ് എന്റെ മകനെ കൊണ്ടുപോകുന്നതെന്ന് അമ്മ ചോദിച്ചു.
അമ്മ പറഞ്ഞു നിങ്ങളുടെ മകൻ ബാറ്ററി മോഷണ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞു ബാറ്ററി കൊണ്ടുപോയത് ഞാനിവിടെ കാലങ്ങളായി ഉപയോഗിക്കുന്ന ഇൻവെർട്ടറുള്ള ബാറ്ററിയാണ് കൊണ്ടുപോയത്, എന്റെ മകനെ കൊണ്ടുപോകില്ല എന്ന് കരഞ്ഞു പറഞ്ഞു. വലിച്ചഴിച്ചു കൊണ്ടുപോയി അവനെ ജീപ്പിൽ വെച്ച് മർദ്ദിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച് അവൻ ബാറ്ററി മോഷ്ടിച്ചു എന്ന് പറയാൻ അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോ പരാതി കൊടുത്തയാള് വാറണ്ടി പേപ്പറുമായി വന്നു സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ബാറ്ററി 3 വർഷം മുമ്പ് വാങ്ങിയ ബാറ്ററിയാണ്. ഇദ്ദേഹം വിറ്റുവെന്ന് പോലീസ് ആരോപിച്ച ബാറ്ററി 10 വർഷം പഴക്കമുള്ള ബാറ്ററി, നീ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഇതിനെതിരെ പരാതിയുമായ വീട്ടുകാർ വന്നപ്പോ അന്നേരം ആ വീട്ടിലേക്ക് ചെന്ന ആരാന്നറിയോ? ബിജു ഭാസ്കർ എന്ന് പറയുന്ന CPM നേതാവ് നേരെ ആ വീട്ടിലേക്ക് വന്നു. പോലീസിനെതിരെ പരാതി കൊടുക്കരുത്, നമുക്ക് സെറ്റിൽ ചെയ്യാം, പൈസ തരാം. നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ നേതാക്കന്മാരും ഇതുപോലുള്ള പോലീസിന്റെ കാര്യങ്ങൾക്ക് അച്ചാരം പിടിച്ച് നടക്കുകയാണ് സാർ. എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പോ അതിന്റെ അന്വേഷണം നടക്കുന്നു, കേസ് നടത്തി, കോൺഗ്രസ് മാർച്ച് നടത്തി, എല്ലാ സംഭവം ഉണ്ടായി. പക്ഷെ ഇതുവരെ അതിന്റെ റിപ്പോർട്ട് കൊടുത്തില്ല. കഴിഞ്ഞ ദിവസം ആ ട്രാഫിക് പോലീസ് ഒരു ട്രാഫിക് അനുവദിച്ചതിന്റെ പേരിൽ 24 മണിക്കൂറിനകത്ത് ജോലി ചെയ്ത ഒരു പോലീസുകാരനെതിരെ നിങ്ങൾ നടപടിയെടുത്തു. അതുകൂടാതെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല ആരും ഇവിടെ ലാത്തിയടി ഏറ്റിട്ടില്ലാന്ന്. തൊടുപുഴയിലെ ഞങ്ങളുടെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ബിലാലിന്റെ അടിച്ച് കണ്ണ് നഷ്ടപ്പെടുത്തി പോലീസ്. അതിനെതിരെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പരാതി കൊടുത്തു. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി നിങ്ങളോട് നടപടിയെടുക്കാൻ പറഞ്ഞു. നിങ്ങൾ ആഭ്യന്തരമന്ത്രിയല്ലേ, നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ, ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് ഈ നിയമസഭയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് സാർ, അങ്ങ് ഓർത്തു നോക്കണം. ഞാൻ ഈ സഭയിലെ എല്ലാ അംഗങ്ങളോടും പറയുകയാണ്, നമ്മളെല്ലാവരും രാഷ്ട്രീയക്കാരാണ്, നമ്മളെല്ലാവരും ചേരിതിരിഞ്ഞ് പല രീതിയിലും ബാധിക്കുന്നവരാണ്. പക്ഷെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് ലോക്കപ്പിലിട്ട് ഒരാളെ മൃഗീയമായി തല്ലാൻ നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണോ? ഇതാണോ രാഷ്ട്രീയം? ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മാത്രം അല്ലെങ്കിൽ കണ്ണൂർ SP മാത്രമായി ചെയ്യാനുള്ള ധൈര്യം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അവർക്ക് പലതും ചെയ്യാൻ കഴിയുമായിരുന്നു. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയപരമായ പിന്തുണയുണ്ട്. അദ്ദേഹത്തെ പിന്നീട് നീ പോയി തലശ്ശേരിയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആക്കുക എന്ന് പറഞ്ഞ് തലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ആക്കിയിരിക്കുകയാണ്. അങ്ങ് ചോദിച്ചതാണ് സാക്ഷാൽ ശ്രീ K. കരുണാകരനോട്, ഇത് മാന്യതയാണോ? അതുകൊണ്ട് ഈ നിയമസഭയിലെ അംഗങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ്, ചേരിതിരിഞ്ഞ് ബാധിക്കുന്നവരാണ്. പക്ഷേ രാഷ്ട്രീയത്തെ ഇങ്ങനെ എതിർക്കാൻ ശ്രമിക്കുന്നത് ആർക്കും ഭൂഷണമല്ല. നിങ്ങളാരും ഇത് അംഗീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് അങ്ങ് പറഞ്ഞു. അതിന് പിന്നാലെ വീണ്ടും അങ്ങ് പറയുകയാണ്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത്, ഇതെല്ലാം ഏതെങ്കിലും ഘട്ടത്തിൽ സംഭവിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത്. അവരെല്ലാം പോലീസ് ലോക്കപ്പിലിട്ട് 4 പോലീസുകാരെ ഏൽപ്പിച്ച് ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കൂട്ടി നിർത്തി തല്ലി ശരിപ്പെടുത്തി ഒന്ന് ഒതുക്കിക്കളയാമെന്നെങ്കിൽ അത് അപ്പോഴൊതുങ്ങും. പിന്നീട് കൂടുതൽ ശക്തിയോടുകൂടി തന്നെ അത് തിരിച്ചുവരും. ഇത് ഭൂഷണമല്ല, ഇത് രാഷ്ട്രീയമല്ല. ഇനിയും ഇത് ആവർത്തിക്കാനാണോ നിങ്ങളുടെ ശ്രമം? ഇനിയും ഈ രീതിയിൽ സംഭവങ്ങൾ കൊണ്ടുപോകാനാണോ ശ്രമം? ഇനിയും ഈ രീതിയിൽ പോലീസുകാരെ കയറൂരി വിടാനാണോ അങ്ങയുടെ ഭാഗം? വീണ്ടും അങ്ങ് പറയാണ് സാർ, ഒരു കേസിൽ സാക്ഷിയായി പോയി എന്നുള്ളത് കൊണ്ട് സാക്ഷികളെ പിടിച്ചുകൊണ്ടുപോയി കഴുത്തിന് കയറിട്ട് കുടുക്കി കപ്പിയിൽ മുകളിലേക്ക് വലിച്ച് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഭീകരമായ രംഗം സൃഷ്ടിച്ച വീരനാണ് ഈ സർക്കിൾ ഇൻസ്പെക്ടർ. അങ്ങനെയുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് താങ്ങും തണലുമായി ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു. ആ പാരമ്പര്യം നിങ്ങൾ തുടരരുത്, ആ പാരമ്പര്യം അതേ രീതിയിൽ നിങ്ങൾ നടപ്പാക്കരുത്. പോലീസുകാരൻ പറയുന്ന എന്തും വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഭരണം നടത്തുന്നത്. അങ്ങ് പറഞ്ഞ അതേ വാചകം അങ്ങേക്ക് നേരെ തിരിച്ചു വരികയാണ് സാർ. ഇത് മര്യാദയല്ല. ഈ നാട്ടിൽ സാധാരണ പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർക്ക് മര്യാദയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ലെന്ന് വന്നാൽ അത് വളരെ വളരെ മോശമായ സ്ഥിതിവിശേഷമാണ്. ഇനി പറയുന്നത് അങ്ങൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം സാർ. ഇവിടെ ഏക ഛത്രാധിപതിയെ പോലെ വാണതിന്റെ അനുഭവം എന്താണെന്ന് നിങ്ങൾ ഓർക്കണം. ഒരനുഭവത്തിൽ നിന്നും പാഠം പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അവർ ഇന്ന് ആരുമില്ലാത്ത സ്ഥിതിയിലായിരിക്കുന്നു. നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. സേവ്യർ ചിറ്റിലപ്പള്ളി, മാത്യു കുഴുനാടൻ, ഇ ചന്ദ്രശേഖരൻ, എൻ ഷംസുദ്ദീൻ, എൻ ജയരാജ്, KT ജലീൽ, KK രമ, കടകംപള്ളി സുരേന്ദ്രൻ, അനൂപ് ജേക്കബ്, KP കുഞ്ഞമ്മദ്കുട്ടി, മാത്യു T. തോമസ്, KV സുമേഷ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി മറുപടി പറയുക. നിയമസഭയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അൻഫ്ലി ഡിസൂസയാണ്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, ആരോഗ്യവകുപ്പിലെ സിസ്റ്റം തകരാർ നിയമസഭയിൽ. ആരോഗ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വന്നു. ഉപകരണം വാങ്ങി നൽകേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് വ്യക്തമാക്കിയ ആരോഗ്യമന്ത്രി പക്ഷേ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ ശരിവെച്ചു. ആരോഗ്യവകുപ്പിന് കപ്പിത്താനില്ല എന്ന് പ്രതിപക്ഷത്തിന്റെ പരിഹാസം. ആരോഗ്യമന്ത്രി ആന മണ്ടത്തരം പറയുന്നുവെന്നും ശസ്ത്രക്രിയക്കെത്തുന്ന രോഗിക്ക് പഞ്ഞി പോലും വാങ്ങി നൽകേണ്ട ഗതികേടെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സർക്കാരിനെ
സർക്കാരിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ വിഷയങ്ങളിലൊന്നായിരുന്നു ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട സിസ്റ്റത്തിലെ തകരാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിൽ ആരോഗ്യവകുപ്പ് കടുത്ത പ്രതിരോധത്തിലാവുകയായിരുന്നു. ആരോഗ്യവകുപ്പിൽ കപ്പിത്താൻ ഇല്ല എന്ന പരിഹാസമുയർത്തിയാണ് പ്രതിപക്ഷം ചോദ്യോത്തരവേളയിൽ വിഷയമുന്നയിച്ചത്. അത് UDF കാലത്തായിരിക്കുമെന്ന് തിരിച്ചടിച്ച ആരോഗ്യമന്ത്രി വകുപ്പിലെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു. പണം വാങ്ങി ചികിത്സ നൽകുന്നു എന്ന വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജിന് ഉപകരണങ്ങൾ വാങ്ങി നൽകിയതിൽ UDF LDF സർക്കാരുകളുടെ കാലത്തെ കണക്കുകൾ നിരത്തിയാണ് ആരോഗ്യമന്ത്രി വാദിച്ചത്. സൗജന്യ ചികിത്സാ സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് ഫ്ലെക്സിസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സൗജന്യമായി ലഭിക്കുന്നുവെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഏതെങ്കിലും സ്ഥാപനമോ വകുപ്പോ ഇത്തരത്തിൽ സൗജന്യ ചികിത്സയ്ക്ക് അർഹരായ രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർക്കാർ നയത്തിന് വിരുദ്ധമാണ്. അത് സർക്കാർ ഗൌരവമായി കാണുന്നതാണ്. ഈ സർക്കാരിന്റെ കാലയളവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമായി കാസ്പ് മുഖാന്തരം 373.36 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകുകയും 81.82 കോടി രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ആനമണ്ടത്തരം പറയുന്നുവെന്നും ശസ്ത്രക്രിയയ്ക്ക് എത്തുന്ന രോഗികൾ പഞ്ഞി പോലും വാങ്ങി നൽകേണ്ട ഗതികേടിലാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കേണ്ട പഞ്ഞി വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത്. സർ, ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ 10 കൊല്ലം മുമ്പ് UDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്കാണ്. ഒരു 25 കൊല്ലോ അല്ലെങ്കിൽ EMS സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറ, അന്ന് എക്സ്റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത്? 10 കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടുത്തെ ചോദ്യം? സാധനങ്ങൾ സ്വന്തം ചെലവിൽ നൂലും സൂചിയും സർജിക്കൽ എക്യുപ്മെന്റ്സും വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം. വാക്പോരിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയും ഒളിയമ്പുണ്ടായി. ഗർഭസ്ഥ ശിശുക്കളെ കൊല്ലാനല്ല ചേർത്ത് നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന ആരോഗ്യമന്ത്രിയുടെ പരാമർശം കൈയടിച്ചാണ് ഭരണപക്ഷം പ്രോത്സാഹിപ്പിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പോലീസ് ഗുണ്ടകളുടെ രക്ഷാധികാരിയായി മുഖ്യമന്ത്രി മാറിയെന്ന് ഷാഫി പറമ്പിൽ MP. പോലീസിലെ ഗുണ്ടകൾക്ക് സർക്കാർ ഒപ്പമുണ്ടെന്ന സന്ദേശമാണ് പ്രതികരണം വൈകിപ്പിച്ചതിലൂടെ മുഖ്യമന്ത്രി നൽകുന്നത്. കൊടിസുനിക്ക് മദ്യം നൽകുന്ന പോലീസ് വിദ്യാർത്ഥി നേതാക്കളെ തീവ്രവാദികളെ പോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. കാക്കി അണിഞ്ഞ് പാർട്ടിയിൽ പണിയെടുക്കുന്നവർ അത് പാർട്ടി ഓഫീസിൽ നടപ്പാക്കണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കുന്ന പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോഴിക്കോട് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K. പ്രവീൺകുമാറിന്റെ ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാഫി പറമ്പിൽ MP. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം. അപ്പൊ ഇതിന്റെ പ്രതികരണത്തിന്റെ കാലതാമസം ഒരു മോറൽ സപ്പോർട്ടാണ്. പോലീസിലെ ഗുണ്ടകൾ പേടിക്കേണ്ട, സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള സന്ദേശമാണ് ഈ കാലതാമസം, പ്രതികരണത്തിലെ കാലതാമസം. രാജ്യദ്രോഹികളെ പോലെ, കൊലപാതകികളെ പോലെ 3 വിദ്യാർത്ഥി നേതാക്കന്മാരെ CPM-ന്റെ തൃപ്തിക്ക് വേണ്ടി, പിണറായി വിജയന്റെ തൃപ്തിക്ക് വേണ്ടി അവിടെ കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ പേര് പോലീസിംഗ് എന്നല്ല, അത് CPM-ന്റെ അടിമപ്പണിയാണെങ്കിൽ അത് എടുക്കേണ്ടവർ കാക്കി ഊരി വെച്ചിട്ട് പാർട്ടി ഓഫീസിൽ പോയി പണിയെടുക്കണം. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നല്ല അവര് ശമ്പളം പറ്റേണ്ടത്. കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകത്തിന് നേതൃത്വം നൽകിയ കൊടിസുനിയെ മദ്യവും ടച്ചിങ്സും കൊടുത്ത് സ്വീകരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് 3 വിദ്യാർത്ഥികളെ മുഖംമൂടിയും കയ്യാമും വെച്ച് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരട്ടത്താപ്പിന്റെ കാരണം ഒന്നാണ്, ഗുണ്ടകളുടെ മനസ്സ് തന്നെയാണ് ഭരിക്കുന്നവനുമുള്ളത് ഭരിക്കുന്നവർക്കുമുള്ളത് എന്ന. തൃശൂർ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. സുജിത്തിനെതിരെ വിമർശനം ഉന്നയിച്ച അബ്ദുൽ ഖാദർ പോലീസുകാർ പിന്നെ ബിരിയാണി വാങ്ങിക്കൊടുക്കുമോ എന്നും മദ്യപാന സംഘത്തിൽ ഉൾപ്പെട്ട ആളായിരുന്നു സുജിത്ത് എന്നും തുടർന്നാണ് പോലീസ് നടപടിയെടുത്തതെന്നും പരാമർശിച്ചു. സുജിത്തിന്റെ വിവാഹം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെതിരെയും KV അബ്ദുൽ ഖാദർ പരാമർശിച്ചു. അപ്പോ പോലീസ് കൂടുതൽ സ്ട്രെങ്ത് ആവശ്യപ്പെട്ടു. കൂടുതൽ പോലീസ് വന്നിട്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവർ കൊണ്ടുപോയിട്ട് തടവി ബിരിയാണി മേടിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല. അങ്ങനെ സംഭവിച്ച കാര്യമാണ്. അത് മാത്രമല്ല, 11 കേസിലെ പ്രതിയാണ് ഇയാൾ. 11 കേസിലെ പ്രതിയാണ്. പോലീസിനെ തല്ലിയത് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതി. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു മാധ്യമം, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു വാർത്താ ദിനപത്രം ഇങ്ങനെ ഒരു സംഭവത്തിൽ ഉള്ളയാളാണ് ഈ സുജിത്ത് എന്ന ഒരു വരി എഴുതിയോ? എന്താ എഴുതാത്തത്?
എന്നാൽ CPM ജില്ലാ സെക്രട്ടറിയെ തള്ളി പോലീസ് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്ത്. അബ്ദുൽ ഖാദറിന്റെ വാദങ്ങളെല്ലാം തെറ്റാണ്, തനിക്കെതിരെയുള്ള കേസുകളെല്ലാം പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ്, താൻ മദ്യപിക്കാത്ത ആളാണ്, മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്ന വാദം കള്ളമെന്നും സുജിത്ത് പറഞ്ഞു. ഒരു പൊതുപ്രവർത്തകനാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകൾ നിരവധി ഉണ്ട്. ഇപ്പോൾ ജാമ്യം എടുത്തതും എടുക്കാത്തതുമായിട്ടുള്ള നിരവധി കേസുകൾ നിലവിലുണ്ട്. അതല്ലാതെ ഞാനൊരാളിനെ കൊല്ലാനോ അല്ലെങ്കിൽ വധിച്ചിട്ടുള്ള വല്ല വധശിക്ഷയ്ക്ക് വിധേയനായിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല ഞാൻ ഇതുവരെ. ക്ഷേത്രത്തിൽ പൂജാരിയാണ്, അത് മദ്യപിക്കാറില്ല. അതുപോലെ ഞാൻ പോലീസിനോട് ഒരു കുട്ടികളെ സംബന്ധിച്ചിട്ട് മറ്റേ വാക്ക് തർക്കമുണ്ടായതിനുള്ള കാരണമാണ് ഞാൻ ഇടപെട്ട് സംസാരിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ സുജിത്തിനെതിരായ CPM ജില്ലാ സെക്രട്ടറിയുടെ വിമർശനത്തിൽ പ്രതികരണവുമായി DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. പൊതുവെ സൗമ്യനായ KV അബ്ദുൽ ഖാദർ പിണറായി വിജയനെ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അബ്ദുൽ ഖാദറിനോട് സഹതാപം മാത്രം. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന സുജിത്തിന്റെ കേസുകളെക്കുറിച്ച് CPM ജില്ലാ സെക്രട്ടറി ഒന്ന് പരിശോധിക്കണം. രാഷ്ട്രീയമായും പലതരത്തിൽ കേസുകൾ വരുന്നത് സ്വാഭാവികമെന്നും ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു. നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച പുരോഗമിക്കുകയാണ്. അതിലേക്ക് ഇപ്പോൾ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായും ഗവൺമെന്റ് അനുകൂലമായും നാട്ടിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന കാലാവസ്ഥയെ എങ്ങനെ തച്ചുടയ്ക്കാൻ കഴിയും എന്ന ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ്. സാർ, ഇപ്പോഴാണ് പുറത്തു വന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ CCTV ഇപ്പോഴാണ് പറഞ്ഞത്. സാർ, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകന് രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങൾ പാർട്ടി നേതൃത്വത്തോടെങ്കിലും പറയില്ലേ? ആ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞാൽ നേതൃത്വം അതിനോട് പ്രതികരിക്കില്ലേ? എന്താണ് ഈ 2.5 കൊല്ലം? ഇത് ഏറ്റെടുക്കാൻ കഴിയാത്ത കൊള്ളാവുന്ന ഒരു കേസല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണോ? ഇത് ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലാണോ പ്രതിപക്ഷം ഇതുവരെ അതിനെപ്പറ്റി മിണ്ടാതിരുന്നത് എന്ന പ്രസക്തമായ ഒരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. സാർ, പോലീസിൽ എന്നും പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വ്യക്തമായ നയം, അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പോലീസുകാരൻ ഏത് റാങ്കിൽപ്പെട്ട ആളാണെങ്കിലും നടപടി സ്വീകരിക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാർ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. പോലീസിനെ ജനകീയമാക്കുന്ന നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളുടെ കാലത്ത് മാത്രമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. സാർ, ഇടയ്ക്കിടെ വന്നിരുന്ന UDF സർക്കാരുകളാണ് ഈ സമീപനങ്ങൾ ഈ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോയതിന് തടസ്സമായി നിന്നിട്ടുണ്ട്. സാർ, എത്ര കൊടും ക്രിമിനലായിരുന്നാലും സ്വന്തം പാർട്ടിക്കാർ പോലും ഏറ്റെടുക്കുവാൻ ലജ്ജിക്കുന്ന തരത്തിലുള്ള പശ്ചാത്തലമുള്ള ആളാണെങ്കിലും ലോക്കപ്പ് മർദ്ദനത്തിന് ഞങ്ങളെതിരാണ്. സാർ, കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഉണ്ടായിരുന്നപ്പോഴാണ് പോലീസ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. സാർ, ജനമൈത്രി പോലീസ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അവതരിപ്പിച്ച ഒരു നല്ല സമീപനമായിരുന്നു. സാർ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിംഗ്. സാർ, പോലീസ് ആക്ട് സമഗ്രമായി പരിഷ്കരിച്ചു. സാർ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം, ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റും ഇപ്പോഴത്തെ ഗവൺമെന്റും വലിയ തോതിലുള്ള സാങ്കേതിക നവീകരണം. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലാ ജയിലിനുള്ളിൽ റിമാൻഡ് തടവുകാരനെ ജയിൽ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മുൻ ജീവനക്കാരനായ തടവുകാരൻ ബിജു അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിലാണ്. സഹപ്രവർത്തകയെ ഉപദ്രവിച്ചു എന്ന കേസിലാണ് പത്തനംതിട്ട സ്വദേശി ബിജു അറസ്റ്റിലായത്. കഴിഞ്ഞ 12-ാം തീയതിയാണ് സഹപ്രവർത്തകയെ ആക്രമിച്ചെന്ന കേസിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ബിജുവിനെ പേരൂർക്കട പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടത്. റിമാൻഡ് ചെയ്യുമ്പോൾ ബിജു ചില മാനസിക പ്രശ്നങ്ങൾ പ്രകടിപ്പിച്ചിരുന്നതിനാൽ ഇയാൾക്ക് ചികിത്സ നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. 13-ാം തീയതി വൈകിട്ടാണ് ബിജുവിനെ ജയിൽ ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ജില്ലാ ജയിലിലെ ഓടയിൽ ഇയാളെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ആശുപത്രിയിലെ സ്കാനിങ്ങിൽ ഇദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി കണ്ടെത്തി. ഉടൻ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. എന്നാൽ 12-ാം തീയതി തന്നെ കോടതി നിർദ്ദേശപ്രകാരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെന്നും പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിലെത്തിച്ച് സ്കാൻ ചെയ്തപ്പോഴാണ് ആന്തരികാവയവങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയതെന്നുമാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരാരും മർദ്ദിച്ചിട്ടില്ലെന്നും ബിജു ജയിലിലുണ്ടായിരുന്നപ്പോഴുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും ഉണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. മാനസിക പ്രശ്നമുള്ള പ്രതി ഡോക്ടർമാരോട് എന്താണ് പറഞ്ഞതെന്ന് അറിയില്ലെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ബിജുവിന്റെ ജീവൻ നിലനിർത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഇന്ത്യ പാക് മത്സരത്തിനിടെയുണ്ടായ ഹസ്തദാന വിവാദത്തിൽ പാകിസ്ഥാന് തിരിച്ചടി. മാച്ച് റഫറി ആന്റി പൈക്രോഫ്റ്റിനെ മാറ്റണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം ICC തള്ളി. ഈ സാഹചര്യത്തിൽ ഏഷ്യാ കപ്പ് ബഹിഷ്കരിക്കുമെന്ന ഭീഷണിയുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നു. എന്നാൽ ഫൈനലിലെത്തുകയും കിരീടം നേടുകയും ചെയ്താൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായ മോഹ്സിൻ നഖ്വിയിൽ നിന്ന് ഇന്ത്യ കിരീടം ഏറ്റുവാങ്ങില്ലെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.